അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ കള്ളത്തൊരീഖത്തുകാരാണ്, വ്യാജന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു വിഷമമുണ്ടായിരുന്നു. പലരും അതിന് ന്യായീകരണമായി പറഞ്ഞത് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടനയുടെ പല പരിപാടികളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ്. അതിനൊരു മറുപടിയെ പറയാനുള്ളൂ. കോമാട്ടുചാലിൽ അബ്ദുള്ള അന്ന് ഞാൻ ഷെയ്ഖാണെന്നോ ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്നോ പറഞ്ഞിരുന്നില്ല. പിശാച് ബാധ പിടികൂടിയ അവൻ കുറെ ആളുകളെ തന്റെ ഒപ്പം കൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അത്തരം പരിപാടികളിൽ വന്നത്? പക്ഷേ അവൻ ഷെയ്ഖായി സ്വയം ചമയാത്ത കാലത്തോളം നമുക്കവനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അവൻ സ്വയമായി ഷെയ്ഖാണെന്നും ലോകം നിയന്ത്രിക്കുന്നവനാണെന്നും ഒക്കെയുള്ള ജൽപ്പനങ്ങൾ, ശരീഅത്ത് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവന്റെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിട്ടുള്ളത്. അവനുമായി ആരും ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ചിലർക്കൊക്കെ അവനിൽ നിന്ന് വിട്ടുപോരാൻ ഒരു വൈമനസ്യമുണ്ടായിരുന്നു. അത് പാടെ അവൻ തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അവനെ അനുകൂലിച്ചിരുന്നവർ അല്ലെങ്കിൽ മൗനികളായിരുന്നവർ അവനെതിരെ ശക്തമായി പോരടിക്കുന്നതാണ് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടി കുരുവട്ടൂരികൾക്ക് മുഴുവനും വിറളി പൂണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കേരളത്തിലുള്ള സുന്നികളെ ഒന്ന് നശിപ്പിച്ചു കിട്ടണം, അതിനവരുടെ പേരിൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കണം എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് പത്രസമ്മേളനവും പ്രതിഷേധ സംഗമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആളില്ലാ പ്രതിഷേധമായത് കൊണ്ട് ആരും കാണരുതെന്ന് മനസ്സിലാക്കി പ്രതിഷേധ സംഗമം വെച്ചിട്ടുള്ളത് എന്നത് മറ്റൊരു വിരോധാഭാസവുമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമൊക്കെ പി ഉസ്താദിനെയും താജുൽ ഉലമ ഉള്ളാൾ തങ്ങളെയും വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്ന ഇവർ പിന്നീട് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ശൈഖുനാ കാന്തപുരം ഉസ്താദും വ്യാജന്മാരാണെന്ന് പറയുകയായിരുന്നു. അതോടൊപ്പം ശംസുൽ ഉലമ തെറ്റിദ്ധരിപ്പിച്ചവർക്ക് മറുപടി എന്ന ശംസുൽ ഉലമയെ പരിഹസിച്ചുകൊണ്ടുള്ള ചില വരികളും കുരുവട്ടൂരികളുടെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനെതിരെ നമ്മൾ ശക്തമായി ഇടപെട്ടപ്പോൾ ശംസുൽ ഉലമയെ പരിഹസിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റർ അവർക്ക് മാറ്റേണ്ടി വന്നു. പിന്നീട് ശംസുൽ ഉലമയിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശംസുൽ ഉലമയെ അവർ പരിഹസിച്ചത്. ശംസുൽ ഉലമ മശായിഖന്മാരുടെ കൂടെ കൂടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഔലിയാക്കളുമായി ബന്ധമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പല തോന്നിവാസങ്ങളും ചെയ്തിരുന്ന
ആളാണ് ശംസുൽ ഉലമ EK ഉസ്താദ് എന്നവർ പറഞ്ഞു പരത്തി. നിരന്തരമായി നമ്മൾ അതിനെതിരെ പടപൊരുതിയത് കാരണം ജനങ്ങൾക്കിടയിൽ ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്പസ്വല്പം ശംസുൽ ഉലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ആ മാറ്ററും അവർ പതിയെ പതിയെ പിൻവലിച്ചു. ശംസുൽ ഉലമക്കെതിരെ അവർ നടത്തിയ പരാമർശത്തിനെതിരെ നമ്മളൊക്കെ ഒന്നായി നിന്നുകൊണ്ട് പോരാടിയപ്പോൾ നിർത്തേണ്ടി വന്ന സംഘം ഇപ്പോൾ ചെയ്യുന്നത് ശംസുൽ ഉലമയുടെ പേരെടുത്ത് പറയാതെ, മുൻകഴിഞ്ഞ സമസ്ത നേതാക്കളുടെ പേരെടുത്ത് പറയാതെ അവരെ ആക്ഷേപിക്കുകയാണ്. നമുക്കറിയാം 930 കാലഘട്ടങ്ങളിൽ നിസ്സാർത്ഥരായ പണ്ഡിതന്മാരായിരുന്നു സമസ്തയെ നയിച്ചിരുന്നവർ. ഒരു കറാഹത്ത് പോലും ചെയ്തതായി ആർക്കും പറയാൻ കഴിയില്ല. വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള, പാങ്ങൽ ഉസ്താദ് അടക്കമുള്ള, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള, ശംസുൽ ഉലമ EK ഉസ്താദ് അടക്കമുള്ള, ഇനി ഞാൻ പറയാത്തതും പറഞ്ഞതുമായ എല്ലാ പണ്ഡിതന്മാരും തഖ്വയുള്ളവരായിരുന്നു. ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അള്ളാഹുവിന്റെ ഔലിയാക്കളായിരുന്നു. ഇത് പറഞ്ഞത് ഞാനല്ല. CM വലിയല്ലെങ്കിൽ പിന്നെ ആരടാ വലിയ എന്ന് ഗർജിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാക്ഷാൽ ശംസുൽ ഉലമ EK ഉസ്താദാണ്. ആ EK ഉസ്താദ് അടക്കമുള്ള ആളുകളുടെ വർത്തമാനങ്ങൾ കിളവൻ കളവുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപിക്കുന്നത്. അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരെ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കുക. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. ഇതേറ്റവും പ്രധാനല്ലേ? വ്യക്തിപരമായ ആക്ഷേപം പാടില്ല, ഇതേറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് നൗഷാദ് വട്ടൂരി പറയുന്നത്. ഇതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നിന്റെ ശൈഖായ കോമാട്ടുചാലിൽ അബ്ദുള്ളക്കാണ്. അവനടക്കം നീയടക്കം എത്രയെത്ര പണ്ഡിതന്മാരെയാണ് വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുള്ളത്. അവരുടെ പേരിൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി ജനമധ്യത്തിൽ വളമുകയും ചെയ്തിട്ട് നിന്റെ കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ തോന്നിവാസങ്ങൾ ഞങ്ങൾ തുറന്നു കാണിച്ചപ്പോ കോമാട്ടുചാലിൽ അബ്ദുള്ള വറക് പോയിട്ട് ഒരു വറകുകളുടെ വില പോലുമില്ലാത്തവനാണെന്ന് ജനമധ്യത്തിൽ തെളിവ് സഹിതമാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം കെട്ടിയോളുടെ ഔറത്ത് പോലും മറപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ, അതിന് ത്രാണിയില്ലാത്ത വിധത്തിൽ അധപ്പതിച്ചവനാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന് പറഞ്ഞപ്പോൾ നിലവിളിക്കുകയാണ്. വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പാടില്ല എന്ന് വിസ്മയ പാർക്കിൽ ബഹുമാന്യനായ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അവർ തന്റെ കുടുംബവുമായി പോയപ്പോൾ പിന്നിൽ നിന്നുകൊണ്ട് ഒളി ക്യാമറയിലൂടെ ആ ചിത്രങ്ങൾ പകർത്തിയിട്ട് മാലോകരെ കാണിക്കാൻ പോകുമ്പോൾ നൗഷാദെ നീ ഓർത്തിരുന്നില്ലായിരുന്നോ വ്യക്തിപരമായി ആക്ഷേപിക്കലാണതെന്ന്? അന്ന് നിനക്ക് എന്തുകൊണ്ട് വ്യക്തിഹത്യ പാടില്ല എന്ന് നിനക്ക് ഓർമ്മ വന്നില്ല? അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് തന്റെ കുടുംബവുമായി വിസ്മയ പാർക്കിൽ പോയ രംഗങ്ങൾ പകർത്തി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചപ്പോൾ അമ്പലക്കടവ് ഉസ്താദ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. ആ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങളുടെ ഒച്ചപ്പാടുകൾ ജനങ്ങൾ അത് മുഖവിലക്കെടുക്കുന്നേയില്ല എന്ന് മനസ്സിലാക്കിയ സുലൈമാൻ സഖാഫി മാളിയേക്കൽ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. ആ പണ്ഡിതനെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല. സമദ് ആനവാരി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാശുപത്രി കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമോ? സമദിന്റെ സ്വന്തം സ്വഭാവമാണെന്ന് തോന്നുന്നു പശുവുമായി ബന്ധപ്പെട്ട വിഷയം. അതുകൊണ്ടാണല്ലോ അവന്റെ നാട്ടുകാരൻ പശുവിന് ഉണ്ടായ പ്രയാസം സമദിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ആ സ്വഭാവം മറ്റുള്ളവർക്കുമുണ്ട് എന്ന ഒരു തോന്നലിൽ നിന്ന് സമദ്
പണ്ഡിതന്മാരെ ആക്ഷേപിച്ചപ്പോൾ വ്യക്തിഹത്യ പാടില്ല എന്ന് പറയാൻ നൗഷാദെ എന്തുകൊണ്ട് നീ തയ്യാറായില്ല? ഇതൊക്കെ കണ്ടും കേട്ടും ക്ഷമിച്ചിരുന്ന ഞങ്ങൾ ഒന്നും മിണ്ടാത്തത് കണ്ടപ്പോൾ അത് ഞങ്ങളുടെ ബലഹീനതയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ ആടുമ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ നൂറുകണക്കിന് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടുകഴിഞ്ഞാൽ നിങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ബോധ്യമുണ്ടായിരുന്നു. അതിന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യക്തിഹത്യ ചെയ്യല്ല, വ്യക്തിഹത്യ ചെയ്യല്ല. ഈ വ്യക്തിഹത്യകളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ബോധമില്ലാതെ പോയതാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്നിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ച് പോകണം. അതിനെതിരായി ചെയ്യുമ്പോൾ തീർച്ചയായും നിയമ നടപടികൾ സ്വീകരിച്ച് അത് അതിന്റെ വഴിക്ക് പോകും. ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയത് ഒതുക്കുങ്ങലുള്ള നൗഷാദിന്റെ തറവാട്ടിൽ വെച്ചുകൊണ്ടല്ല എന്ന് നൗഷാദ് മനസ്സിലാക്കണം. അമ്പലക്കട ഉസ്താദിന്റെ കുടുംബത്തിന്റെ ഫോട്ടോ പ്രചരിപ്പിച്ചപ്പോൾ അത് അന്യ പെണ്ണുങ്ങളായിരുന്നില്ലേ? ഒരു അന്യ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ എത്തിക്കുന്നതിന്റെ വിധി എന്താ? അതിനൊരു ഹുക്കുമില്ലേ? ആ ഹുക്കുമ് പറയുന്നത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ ഫോട്ടോ പ്രചരിപ്പിച്ചു, അത് അന്യ പെണ്ണുങ്ങളായിരുന്നില്ലേ? നൗഷാദ് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യ നൽകുന്ന മൗലികാവകാശങ്ങൾ ഇതൊന്നും തന്നെ നൗഷാദിന്റെ ഒതുക്കുങ്ങലുള്ള തറവാട്ടിൽ നിന്ന് അച്ചടിച്ചുണ്ടാക്കിയതല്ല. ഇന്ത്യ രാജ്യത്തുള്ള ഓരോ പൗരനും ബാധകമാണെന്ന ബോധ്യം നൗഷാദിന് ഉണ്ടാകുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശംസുൽ ഉലമ അടക്കമുള്ള കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള അരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള പാഗൽ ഉസ്താദ് അടക്കമുള്ളവരുടെ വർത്തമാനങ്ങൾ ഇത് കിളവന്മാരുടെ കളവാണെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. അങ്ങനൊരു ഫത്വ ഇല്ല, അങ്ങനൊരു ഫത്വ ഉണ്ട് എന്നത് നിങ്ങൾ 930 മുതൽ ഈ കേരളീയ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ച പാരമ്പര്യമുള്ള കളവാണ്. 95 കൊല്ലായിട്ട് തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 95 കൊല്ലായിട്ട് പറയണമെന്നാണോ ശരിയാവോ? അത് കളവന്നെ, അത് വലിയ കളവാ, അത് നല്ല കിളവനായ കളവാ. അന്ന് വയസ്സ് 95 ആയില്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കിളവനായ കളവ് 930 എടുത്ത തീരുമാനല്ലേ? അപ്പൊ 95 കൊല്ലം പ്രായം ആ കളവിന്. അതുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല, അത് കളവാണ്. മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ വാക്കുകൾ ഓരോന്നോരോന്നായി മാറ്റി പറയുന്ന കുരുവട്ടൂരി കാട്ടുകള്ളന്മാരാണ് പറയുന്നത്. 930 മുതൽ 95 വർഷക്കാലം സമസ്തയെ നയിച്ച സമസ്ത നേതാക്കന്മാർ പറഞ്ഞത് കളവാണ് പോലും, കളവന്മാരുടെ കളവാണ് പോലും. തെളിവെവിടെ? മറുപടിയില്ല, മറുപടിയില്ല. ഇങ്ങനെ പച്ച തോന്നിവാസങ്ങളും തെറിമറിച്ചലും നടത്തി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇറാനിലെ ഷിയാക്കളോട് അച്ചാരം വാങ്ങിയിട്ട് ദീനിനെ നശിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾ നോക്ക്, നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച, മാനവ ചരിത്രത്തിലെ ഏറ്റവും പിഴച്ചൊരു ജന്മം ഫിറൗനൊന്നല്ല, നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ സാധന. അതിനകത്തു ഓൻ എല്ലാ ദിവസവും പ്രസംഗിക്കുക. ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിയോന് കിട്ടുന്നത് ഷിയായിസം വളർത്താൻ. ജൂതന്മാര് വന്നിട്ടാണ് അവന്റെ കുരുവട്ടൂർ പോയിട്ട് ഓഫീസിൽ മീറ്റിംഗ് കൂടുന്നത്. എന്റെ കണ്ണുകൊണ്ട് കണ്ട സുഹൃത്തുക്കളെ, എയർപോർട്ടിൽ നിന്ന് അവന്റെ ടീം ഈ ജൂതന്മാരെയും കൂട്ടി ഇറാനിൽ വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ യാത്രയിൽ ഞാൻ. വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല, അവർക്ക് കാര്യം മനസ്സിലായി. തീവ്രവാദ ഭീകരവാദ കുരുവട്ടൂരികൾക്കെതിരെ ഞങ്ങൾ ഒരക്ഷരവും മിണ്ടുകയില്ല. നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് ഞങ്ങൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുമെന്ന ധാരണയാണ് കുരുവട്ടൂരി കാട്ടുകള്ളന്മാരായ ഭീകരവാദികൾക്കുള്ളതെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഭീകരവാദവും തീവ്രവാദവും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ ഒരു കുരുവട്ടൂരിയെയും ഒരു കള്ളത്തൊരീഖത്തുകാരനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.